ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സാധനം പാശ്ചാത്യ ശക്തികൾ ഇന്ത്യയിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ മറച്ചിടാൻ വേണ്ടി നടത്തുന്ന ഒരുപാട് ശ്രമങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ. അത് പാശ്ചാത്യ ലോബിയുടെ പ്രധാന രീതി എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളിലെ അധികാരികളെ അവരുടെ ചൊൽപ്പടിയിലാക്കുക, അവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള ഭരണ പ്രവർത്തനങ്ങൾ ആ രാജ്യത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അതിനുവേണ്ടി അവർ ഒരുപാട് ഫണ്ട് ഇറക്കുകയും അവിടുത്തെ മാധ്യമങ്ങളെ വിലക്കെടുക്കുകയും അവിടുത്തെ ചിന്തകർ എന്ന് പറയപ്പെടുന്ന ആളുകളെയും ബുദ്ധിജീവികളെയും ഒക്കെ പല രീതിയിൽ വിലക്കെടുക്കുകയും അവരെ എല്ലാം അതിനുവേണ്ടി ഉപയോഗിക്കുകയും അവിടുത്തെ ജനങ്ങളിൽ വിദ്വേഷം കുത്തിവെക്കുകയും അവിടെ കലാപങ്ങൾ സൃഷ്ടിക്കുകയും അതിലൂടെ അവിടുത്തെ ഭരണത്തിലുള്ളവരെ താഴെ ഇറക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു രീതിയാണ് ഈ പാശ്ചാത്യ വൻ ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള വലിയ ഭീമന്മാരെ നമുക്കറിയാം. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ നാളുകളായിട്ട് ഇതാണ്. അപ്പോൾ അതിന് അവർ ആദ്യം ചെയ്യുന്നത് ബുദ്ധിജീവികളെ വിലക്കെടുക്കുകയാണ്. അതിനാണ് ഈ അവാർഡുകൾ. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പരിപാടി തന്നെ. നമ്മുടെ നാട്ടിൽ ബുദ്ധിജീവികൾ അവാർഡ് കൊടുത്ത് സർക്കാരുകൾ കയ്യിലെടുക്കുന്ന അതേ പരിപാടി തന്നെ. അപ്പോൾ അവർ വിചാരിച്ചിരുന്നത് വളർച്ചയിലേക്ക് പൊക്കോണ്ടിരുന്ന അല്ലെങ്കിൽ വളർച്ചയുടെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്ന ഇന്ത്യയെ ഒരു BJP അധികാരത്തിൽ വരികയും അതുവഴി വളർച്ചയെ തടയാനും കഴിയുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. കാരണം BJP അധികാരത്തിൽ വരാൻ വേണ്ടി ഉപയോഗിച്ചത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്, ഹിന്ദു വർഗീയതയാണ്. അവർ അതായത് കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന അതേ ടൂളുകൾ തന്നെ കുറച്ചുകൂടെ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഒരു ഹിന്ദു പാർട്ടിയായിട്ട് വന്നത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിച്ച് അവർ അധികാരത്തിൽ വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യർ വിചാരിച്ചിരുന്നത് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് കൂടുതൽ കലാപങ്ങളായിരിക്കും. ഇതുവരെ ഉണ്ടാവാത്ത കലാപങ്ങൾ, കൂടുതൽ പുതിയ കലാപങ്ങൾ ഉണ്ടാവുകയും ജനങ്ങൾ തമ്മിൽ അണ്ടർസ് ഉണ്ടാവുകയും ഇന്ത്യ തകർച്ചയിലേക്ക് പോവുകയും ചെയ്യാൻ, ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താനും കഴിയും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം, BJP അധികാരത്തിൽ വന്നതിന് ശേഷം വർഗീയ കലാപങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു. പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഒരുപാട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചത് നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു. ഈവൻ UP-യിലും ബീഹാറിലും ഒക്കെ അല്ലെങ്കിൽ ഗുജറാത്തിലും ഒക്കെ നടന്നിരുന്ന കലാപങ്ങളുടെയൊക്കെ എണ്ണം വളരെ കുറയുകയും നേരെ തിരിച്ചാവുകയും ചെയ്തു. ഡൽഹിയിലും ഉത്തർപ്രദേശിലൊക്കെ നടന്ന കലാപങ്ങളെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് നേരെ തിരിച്ച് സംഭവിച്ചു. കാരണം അവർക്ക് ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മറ്റൊരു ചൈനയായിട്ട് മാറുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഭയം. അപ്പോൾ ഒരു ചൈനയെ തന്നെ അവർക്ക് സഹിക്കാൻ വയ്യ. ഇനിയൊരു ചൈനയെ കൂടെ സഹിക്കാനുള്ള ശേഷി എന്തായാലും പാശ്ചാത്യർക്കില്ല. അപ്പോൾ പരമാവധി ഇന്ത്യയുടെ വളർച്ച തടയുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഒരു സ്ഥിര ഭരണമാണ്. ചൈനയൊക്കെ പോലെയുള്ള രാജ്യത്തുള്ള സ്ഥിരമായ ഭരണം സംഭവിച്ചു കഴിഞ്ഞാൽ പുരോഗതിക്ക് ഏറ്റവും നല്ലത് അതാണ്. അതിനെ തടയുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതിനവർ പല രീതിയിലുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച് നോക്കി. അതായത് ഇലക്ഷനുകളിൽ പരാജയപ്പെടുത്താമെന്നവർ കരുതിയിരുന്നു, പക്ഷേ അത് നടന്നില്ല. രാഹുൽ ഗാന്ധിയൊക്കെ പോലെയുള്ള നേതാവിനെ വളരെ രീതിയിൽ അവർ ബാക്കപ്പ് ചെയ്ത് നമുക്കറിയാം. രാഹുൽ ഗാന്ധി പലപ്പോഴും വിദേശയാത്രകൾ നടത്തുന്നത് പലതിനും ഇതിനു വേണ്ടിയാണെന്നുള്ളതിൻ്റെ രേഖകൾ പലതും ഈവൻ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പോലും ഉണ്ട്. അവരത് ആവശ്യമുള്ളപ്പോൾ പുറത്തിറക്കാമെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷെ അത് വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് മറ്റുള്ള നേതാക്കളെ നോക്കിയത്. ഈവൻ അരവിന്ദ് കെജ്രിവാളിനെ ഒക്കെ നോക്കിയത്. അരവിന്ദ് കെജ്രിവാളിന് മഗ്നസ അവാർഡ് കിട്ടിയത് നമുക്കറിയാം. ഇതൊന്നും വെറുതെ അല്ല അവർ ഈ അവാർഡ് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ നടത്തുന്ന അതേ പരിപാടി തന്നെ. അവാർഡ് കൊടുക്കുക, അവർക്ക് ഫണ്ട് എത്തിച്ചു കൊടുക്കുക, ഇതുവഴി ശ്രദ്ധിക്കപ്പെടുകയും അവരുടെ വാക്കിന് വില വരികയും ചെയ്യും. ഇപ്പം പുലിറ്റ്സർ അവാർഡ്, മാൻ ബുക്കർ പ്രൈസ് അവാർഡ്, നോബൽ പ്രൈസ്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവർ ഉപയോഗിക്കുന്ന ഓരോ ടൂളുകളാണ്. ഇവൻ നമുക്കറിയാം ബംഗ്ലാദേശിൽ ജൻസി കലാപത്തിന് ശേഷം അധികാരത്തിൽ വന്ന യൂനസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഒന്നുമില്ല, നോബൽ സമ്മാനം കിട്ടിയ ആളെന്ന് മാത്രമാണ്. അത് മാത്രമാണ് യൂനസിൻ്റെ ക്വാളിഫിക്കേഷൻ. അത് വെറുതെ കൊടുത്തതല്ല, അവർ ഭാവിയിലേക്ക് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവനെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് അവർ. അതാണ് വളരെ സിമ്പിളായിട്ട് ബംഗ്ലാദേശിൽ അവർ നടത്തിയെടുത്തു. അതേ പരിപാടി തന്നെ നേപ്പാളിൽ പുട്ടുപോലെ നടത്തിയത് നമുക്കറിയാം. അത് ഇന്ത്യയിൽ നടത്താനുള്ള ശ്രമമാണ് ഇനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജനാധിപത്യ രീതിയിൽ ഉടനെയൊന്നും BJP താഴെ ഇറക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ കൂടുതൽ പുരോഗതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 20 കൊല്ലം ഈ ലെവലിലേക്ക് തുടർച്ചയായ ഭരണം കിട്ടുകയും ഇന്ത്യ ഈ രീതി തുടർച്ചയായിട്ട് ഒരു 10-20 കൊല്ലം കൂടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഏതാണ്ട് ഒരു ഇന്നത്തെ ഒരു ചൈനയുടെ ഒരു ലെവലിലെങ്കിലും എത്തുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ അതിനൊരു തടയിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിന് പല രീതിയിൽ നോക്കി ജനാധിപത്യ സ്ഥാപനങ്ങളിൽ നിന്ന് വിശ്വാസം ഇല്ലാതാക്കുക. അതായത് വോട്ട് തിരിമറിയാണെന്നും വോട്ട് മെഷീനിൽ തിരിമറിയാണെന്നും ഒക്കെയുള്ള കഴമ്പുമില്ലാത്ത ന്യായങ്ങൾ ഉപയോഗിക്കുക. പല രീതിയിൽ ഉപയോഗിച്ച് നോക്കി. ഇതൊന്നും വിജയിക്കുന്നില്ല എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി. രാഹുൽ ഗാന്ധി മാത്രമേ അത് കൊണ്ട് നടക്കുന്നുള്ളൂ. ഈവൻ കോൺഗ്രസ് നേതാക്കളുമായി പോലും ഈ വോട്ട് തിരിമറി അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ തിരിമറി ബാക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കിന്നറിയാം. അങ്ങനെ ജനാധിപത്യ സ്ഥാപനങ്ങളിൽ അവിശ്വാസം ഉണ്ടാക്കുക, കോടതികളിൽ അവിശ്വാസം ഉണ്ടാക്കുക,
അതുവഴി ജനങ്ങൾക്ക് ഒന്നും ശരിയാവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ എല്ലാം നടക്കുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, ഒന്നും ശരിയല്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാക്കുക, അതുവഴി അവരെ കലാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു തന്ത്രം. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളാണ് ഈ ചോരത്തളപ്പുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ. അതാണ് ജെൻസിയെ അവർ നോട്ടം വെക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ട് നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ നടത്തിയെടുത്തത് നമുക്കറിയാം. ജെൻസികൾ ഉണരൂ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് വെറുതെ അല്ല. ഈവൻ BBC പോലൊരു പത്രം ഒരു വാർത്ത, ഒരു ആർട്ടിക്കിൾ എഴുതുകയാണ്, ഇന്ത്യയിൽ ജെൻസി എന്താ കലാപം ഉണ്ടാക്കാത്തത് എന്നും പറഞ്ഞൊരു ആർട്ടിക്കിൾ. BBC നമുക്കറിയാം, BBC എന്ന് പറഞ്ഞൊരു നമ്പർ 1 വോക്കിസ്റ്റ് ചാനലാണ്, ഒരു പ്രൊപ്പഗണ്ട ചാനലാണെന്നുള്ള നമുക്കറിയാം, ഇന്ത്യ വിരുദ്ധ ചാനലാണെന്ന് നമുക്കറിയാം. ഈവൻ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ പോലും നാണം കിട്ടി നിൽക്കുന്നൊരു ചാനലാണ്. അവരുടെ സകലമായ അഭിമാനവും പോയി നഗ്നരാക്കപ്പെട്ട് നിൽക്കുന്ന ഒരു ചാനലാണ് BBC. അവരൊരു ആർട്ടിക്കിൾ എഴുതിയത് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജെൻസിക്കാർ മാത്രം അടങ്ങിയിരിക്കുന്നത്, ഇന്ത്യയിലെ ജെൻസി മാത്രം എന്താണ് കലാപം ഉണ്ടാക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ടൊരു ആർട്ടിക്കിൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ വരവ് എവിടെ നിന്നുമാണ്, ഇതിൻ്റെ ബേസ് എന്നറിയണമെങ്കിൽ അത് ചിന്തിച്ചാൽ മതി. അരവിന്ദ് കെജ്രിവാൾ ആഹ്വാനം ചെയ്യുന്നു ജെൻസിയോട്, അതായത് കലാപം നടത്തുമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഒന്ന് ആലോചിക്കുക, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കലാപാഹ്വാനം നടത്തുക എന്ന് പറഞ്ഞാൽ അതാണ് ഇനി ഇവരുടെ ലക്ഷ്യം. അത് മാത്രമാണ് ഇനി ഉള്ളൊരു ഓപ്ഷൻ എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്ന ഒരു അൺട്രസ്റ്റ് ഉണ്ടാക്കുക, അതിനുവേണ്ടി വെസ്റ്റേൺ ബാക്കപ്പിൻ്റെ ഉൽപ്പന്നമാണ് ഈ CJP എന്ന് പറയുന്ന സാധനം. അതിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വാർത്താ പ്രാധാന്യം മാത്രം നോക്കിയാൽ മതി, അതിൻ്റെ ബാക്കപ്പ് എത്രത്തോളം വലുതാണെന്നറിയാം. എല്ലാ ചാനലുകാരും ഈ സാധാരണ ഒരു സംഭവത്തെപ്പറ്റി വാർത്ത കൊടുക്കുകയാണെങ്കിൽ ഒരു കാർഡ് അവരിടും, ഇവർ വാർത്ത കൊടുത്തെന്ന് കാണിക്കാൻ വേണ്ടി ഒരു കാർഡ് അവരിടും. ഈ CJPയെ പറ്റി കൊടുക്കുന്ന വാർത്തകളുടെ എണ്ണം ഒരു ദിവസം മിനിമം ഒരു 4-5 കാർഡെങ്കിലും എല്ലാ ചാനലുകാരും വെച്ചിടുന്നുണ്ട്. അത് വെറുതെ ഇടുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഒരു വരി എഴുതണമെങ്കിൽ ലക്ഷങ്ങൾ എണ്ണി മേടിക്കുന്ന ഈ ചാനലുകാർ ഇത്രയും വാർത്ത ഒരു സാധനത്തിന് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ബാക്കപ്പ് എത്രത്തോളം വലുതാണെന്ന് ആലോചിച്ച് നോക്കുക. ഫോളോവേഴ്സ് കൂടിയെന്ന് വാർത്ത, ഫോളോവേഴ്സ് കുറഞ്ഞു എന്ന് വാർത്ത, ഒരു ചാനൽ പൂട്ടിയെന്ന് വാർത്ത, പുതിയ ചാനൽ തുടങ്ങിയെന്ന് വാർത്ത, ട്വിറ്ററിൽ ഫോളോവേഴ്സിൻ്റെ വാർത്ത, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിൻ്റെ വാർത്ത എന്നും വേണ്ട. ഞാൻ ഞെട്ടിപ്പോയി ഇന്ന് രാവിലത്തെ മാതൃഭൂമി പത്രം എടുത്ത് നോക്കിയപ്പോഴാണ് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ ഫസ്റ്റ് വാർത്ത. ആലോചിച്ച് നോക്കുക, ഒരു കേരളത്തിലെ ഏറ്റവും വലിയ പത്രങ്ങളിൽ ഒന്നായ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലെ വാർത്ത കോക്രോച്ച് ജനതാ പാർട്ടിയെ പറ്റിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു തമാശയ്ക്കൊരു വാർത്തയിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സാധനം ഒന്നാമത്തെ പേജിൽ വാർത്തയായിട്ട് വരണമെങ്കിൽ അതിന് കൊടുക്കുന്ന പ്രാധാന്യം, അതിന് വരുന്ന ബാക്കപ്പ് എത്രത്തോളം വലുതാണെന്ന് ആലോചിച്ച് നോക്കുക. അതിന് പിന്നിലുള്ള ആളുകളുടെ പവർ എത്രത്തോളമാണെന്ന് ആലോചിച്ച് നോക്കുക. ഈ ചാനൽ തുടങ്ങിയത് ആരാണെന്ന് നമുക്കറിയാം, AAPയുടെ ഒരു പഴയ ഒരു ഗുണാണ്ടറാണ് തുടങ്ങിയത്. അവൻ അറിയാമല്ലോ, AAPക്കാരുടെ ലക്ഷ്യങ്ങൾ നമുക്കറിയാം, ഈ പറയുന്നവൻ്റെ ലക്ഷ്യങ്ങൾ നമുക്കറിയാം, അവൻ്റെ ചരിത്രം നമുക്കറിയാം. ഈവൻ കാശ്മീരിലെ ജനങ്ങൾക്കെതിരെ ഇന്ത്യ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ പല രീതിയിൽ ഇന്ത്യക്കെതിരെ സംസാരിച്ചിട്ടുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ചാനൽ തുടങ്ങിയത്. പിന്നെ ഇതിൻ്റെ ഫോളോവേഴ്സിൻ്റെ ആണ്, ഇതൊരു BJP ഹാൻഡിൽ പുറത്ത് വിട്ടതാണ്. അതിൻ്റെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ കൂടുതലും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാണ് അതിൻ്റെ പിന്നിൽ. പിന്നെ നമ്മുടെ നാട്ടിലെ സ്വാഭാവികം ഞമ്മൻ്റെ മതമാണ് വലുത്, രാജ്യം മുടിഞ്ഞാലും വേണ്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവർ ഇതിൻ്റെ പുറകിലായിരിക്കുക, സ്വാഭാവികം. അത് നമുക്ക് അത്ഭുതമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ കുറേ ഫോക്കിസ്റ്റുകൾ നമുക്കറിയാമല്ലോ, ഈ മറ്റേ രാഘവ് ചദ്ദ എന്ന് പറയുന്ന ഒരുത്തൻ അസംബ്ലിയിൽ 1-2 കാര്യങ്ങൾ എഴുന്നേറ്റ് പറഞ്ഞപ്പോഴത്തേക്ക് BJPയുടെ അടുത്ത എതിരാളി എന്നും പറഞ്ഞ് അവന് കൊടുത്ത ബാക്കപ്പ് ഭയങ്കരമായ ഫോളോവേഴ്സിൻ്റെ ഒഴുക്കായിരുന്നു ഇവിടുത്തെ വോക്കിസ്റ്റുകളുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ടീമുകളുടെ. ഇവിടെ ഇപ്പം മലമറിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുകയാണെങ്കിൽ പൊക്കിക്കൊണ്ട് വന്ന ആളാണ്. അത് കെജ്രിവാളിൻ്റെ ഊത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത രാഘവ് ചദ്ദ എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോഴാണ് രാഘവ് ചദ്ദ BJP ചേർന്നത്. അതോടുകൂടി കളി തീർന്നു. പിന്നെ ഇതേ ടീമുകൾ അൺഫോളോ ക്യാമ്പയിൻ, രാഘവ് ചദ്ദ അൺഫോളോ ക്യാമ്പയിൻ. ഈ ടീം തന്നെയാണ് ഇപ്പം ഇവിടുത്തെ കോക്രോച്ചിൻ്റെ പുറകെ പോകുന്ന ഒരു വിഭാഗം. അവർ നോക്കിയിരിക്കുകയാണ് ഒരു തീപ്പൊരി കിട്ടാൻ വേണ്ടി. അപ്പോഴാണ് ഏതോ ഒരു കോടതിയിലെ ജഡ്ജി എന്തോ ഒരു വാക്ക് പറഞ്ഞതെന്നും പറഞ്ഞ്, നമുക്കറിയാം ലെജിസ്ലേഷൻ വേറെയാണ്, ജുഡീഷ്യറി വേറെയാണ്. പക്ഷേ എന്നിട്ട് പോലും ജുഡീഷ്യറി ഒരു ജഡ്ജി ഒരു വാക്ക് പറഞ്ഞു എന്നും പറഞ്ഞ് ജൻസികളെ ഇളക്കാൻ പറ്റിയ ഒരു സാധനമാണെന്ന് മനസ്സിലാക്കി ഇളകിയിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും ഒരു തീപ്പൊരി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ഈ വിഭാഗം ഇതുമായിട്ട് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് ഇത് കോക്രോച്ച് അതിൽ കയറി പിടിക്കുക എന്നുള്ളതാണ്. ഒരു രാജ്യ പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് സ്ഥിരഭരണം എന്ന് പറയുന്നത്. അതില്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ശരിയാണ്, നമുക്കിപ്പോൾ ഒരു നിലവിലുള്ള ഭരണകൂടത്തോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാറ്റമാണ് വേണ്ടതെങ്കിൽ, അതായത് BJP ഭരണകൂടം, ഞാൻ പേഴ്സണലി BJP ഭരണകൂടത്തെ ഭയക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഭരണമല്ല. കാരണം മോഡിയുടെ ഭരണത്തിന് ശേഷം
സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. ചിലപ്പോൾ മോഡിക്ക് ശേഷം വരാൻ പോകുന്നത് ഒരു യോഗി ആയിരിക്കാം. യോഗിയെ പേഴ്സണലി അല്ല ഞാൻ പറയുന്നത്, ഫോർ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. യോഗി പോലത്തെ ഒരാളാണ് വരാൻ പോകുന്നതെങ്കിൽ ഇന്ത്യയുടെ ഒരു കൺസെപ്റ്റ് തന്നെ വളരെ രീതിയിൽ അത് തകിടം മറിക്കാൻ സാധ്യതയുണ്ട്. ഭരണഘടനയിൽ തന്നെ വേണമെങ്കിൽ അവർ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ മോഡിയിൽ ഭയന്ന കാര്യങ്ങളാണ്. പക്ഷേ മോഡി അതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഭാവി വരാൻ പോകുന്ന ടീമുകളിൽ അത് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതൊക്കെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ഒരു ഭരണകൂടത്തെ നമുക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർക്കൊരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ രാജ്യത്തെ മുൻനിർത്തി കാണുന്ന, രാജ്യത്തിനും രാജ്യ താല്പര്യങ്ങൾക്കും വില കൽപ്പിക്കുന്ന, കൃത്യമായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന, യഥാർത്ഥ സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്ന നേതാക്കന്മാർ ഉയർന്നു വരികയാണ് വേണ്ടത്. അങ്ങനെയുള്ള നേതാക്കളെ കൃത്യമായിട്ട് കണ്ടെത്തി അങ്ങനെയുള്ളവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ BJP വിരുദ്ധത കാരണം, മോഡി വിരുദ്ധത കാരണം ഏതെങ്കിലുമൊക്കെ കുറ്റിച്ചൂലുകൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത്, അതായത് ഇവരുണ്ടല്ലോ രാജ്യം മുടിഞ്ഞാലും വേണ്ടിയില്ല നമ്മൻ്റെ ഭരണകൂടം വരണം എന്ന് ചിന്തിക്കുന്ന വിഭാഗങ്ങളുണ്ടല്ലോ. അതായത് ഓടപ്പുറം ചത്താലും വേണ്ടിയില്ല നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ടീമുകൾ. ആ ടീമുകളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ആ രീതിയിലുള്ള നേതാക്കന്മാരെ മോഡിക്കെതിരാണ് എന്നൊരു ഒറ്റ റീസൺ കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടുള്ള ഇവന്മാരുടെ ബാക്കപ്പും ഇവന്മാരുടെ ലക്ഷ്യങ്ങളും തിരിച്ചറിഞ്ഞ് മാത്രം പ്രവർത്തിക്കുക. രാജ്യ താല്പര്യങ്ങൾക്ക് ഒന്നാമത്തെ വില നൽകുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കലാപം നടത്താനും ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാനുമൊക്കെ ചിലപ്പം വളരെ ഈസി ആയിട്ട് സംഭവിച്ചെന്നിരിക്കും. പക്ഷേ അതിനുശേഷം ആ രാജ്യം പുരോഗതിയിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണിപ്പെടേണ്ടി വരും. ലോകം മുഴുവൻ നമ്മൾ കണ്ടുകൊള്ളാം. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ വിപ്ലവം നടത്തി കമ്മ്യൂണിസ്റ്റുകൾ ഭരണത്തിൽ കയറിയത് മുതൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ലോകത്തെ മുഴുവൻ മുല്ലപ്പൂ വിപ്ലവം നടന്ന രാജ്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇപ്പം ഈ ഇടയ്ക്ക് വിപ്ലവം നടന്ന ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. അവിടേക്ക് ഇനി തിരിച്ച് പഴയ പുരോഗതിയിലേക്കോ അല്ലെങ്കിൽ വളർച്ചയിലേക്കോ അവരൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു, ഒരുപാട് പണിപ്പെടേണ്ടിയിരിക്കുന്നു. ആ സത്യം നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ തന്നെ ബംഗ്ലാദേശുമായിട്ട് പുതിയ വാർത്ത കണ്ടു. US കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ്. ആയുധ കരാറുകളിലും പ്രതിരോധ കരാറുകളിലും ഏർപ്പെടാൻ പോവുകയാണ്. ഇപ്പം മനസ്സിലായില്ലേ ആരാണ് അവിടുത്തെ ഭരണകൂടത്തെ തകർത്തതെന്ന് പറഞ്ഞ്, ആരാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നതെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. കാരണം അമേരിക്ക ആ ഭാഗത്ത് അടുപ്പിക്കാതിരുന്നതാണ് ഷേഖ് ഹസീന ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതേപോലെയാണ് ഓരോ രാജ്യത്തും ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം, അവരുടെ താല്പര്യങ്ങൾക്ക് കൃത്യമായിട്ട് കൂടെ നിൽക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് അവർക്ക് ആവശ്യം. അല്ലാതെ ഇവിടുത്തെ രാജ്യത്തിൻ്റെ പുരോഗതി, ഇവിടുത്തെ ജനങ്ങളുടെ പുരോഗതി ഒന്നുമല്ല. നമ്മളുടെ വളർച്ച തടയുക, ഒരു മറ്റൊരു ചൈനയായി ഇന്ത്യ മാറാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങളും സോറോസ് പോലെയുള്ള പാശ്ചാത്യ ഭീമന്മാരും നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യം മനസ്സിലാക്കി മാത്രം പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെയാണ് തകരാൻ പോകുന്നത്. ഒരു കലാപം ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിൽ നിന്ന് കരകയറി തിരിച്ചൊരു രാജ്യം പുരോഗതിയിലേക്ക് തിരിച്ചെത്തുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പണിപ്പെടേണ്ടി വരും.